ആലംക്കുണ്ട് ഇവിടെ ട്രെയിനിൽ പരിചയപ്പെട്ടതാണ്. മൂപ്പർക്ക് ഒരു കാർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലോക്കാനെ പറഞ്ഞിട്ട് കോൾ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോയിൽ പറയണ്ടേ. അപ്പം നമ്മൾ രോഹിണി സെക്ടർ നമ്പർ 19 അവിടേക്ക് യെല്ലോ ലൈനാണ് ആൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി നമ്മൾ റിസർച്ച് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് അറിയില്ല. ആൾക്ക് 5 ദിവസമാണ് ഡൽഹിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ആൾ ലഡാക്കൊക്കെ പോകും. അപ്പോൾ ആൾക്ക് കാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അവിടെ അപ്പോൾ ഹബീബീസ് വെൽക്കം ടു വൺസ് അഗെയിൻ. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ കാറുകൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകണമെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഡൽഹി വന്ന് ആദ്യം കാണുന്ന ഒരു വസ്തുവാണ് ഈ സാധനം. ഇത് ഇല്ലാത്തൊരു ഡൽഹിത്തെ ഒരു ഭാഗം പോലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന അപൂർവമായിരിക്കാം. നമ്മൾ രാവിലെ തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇനി ഓട്ടോറിക്ഷ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് നേരെ ഇനി മെട്രോ സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്നാണ് നമുക്ക് ഇനി കയറാനുള്ളത്. ഭയങ്കര ചൂടാണ് ഗൈസ്. ഈ സമയത്തൊന്നും ഇവിടെ വരരുത്. ഇവിടെ ഇപ്പോൾ ചൂട് കുറഞ്ഞൊക്കെയാണ്, എന്നാലും ഭയങ്കര ചൂടാണ്. എന്താ ചൂടെന്ന് ഇവിടെ വന്ന് അനുഭവിക്കാൻ മനസ്സിലായിക്കോളൂ. ഇവിടെ ഈ സമയത്തൊന്നും ഡൽഹി കറങ്ങാൻ വരരുത്. ഇപ്പോൾ ചൂടിന് തണുപ്പിലേക്ക് മാറുന്ന ടൈമാണ്. നമ്മൾ ഈ ഒരു ഇനി സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നമ്മളേക്ക് തണുപ്പ് വരിക. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടേക്ക് വരാൻ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഹബീബീസ്, അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് കാറ് നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്താണ് പറയാനുള്ളത്. ഞാൻ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ നിൽക്കണ സമയത്ത് ഇവിടുത്തെ മാർക്കറ്റുകളും ഓർണമെൻറ്റ്സും ഡ്രസ്സിൻ്റെയും ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കാറുകളും എന്തൊക്കെ തരം മാർക്കറ്റുകളുണ്ട്, ഹോൾസെയിൽ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ, എന്ത് തരം മാർക്കറ്റുകളും എല്ലാവിധ ഓർണമെൻറ്റ്സും ഡൽഹി നിൽക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ എന്തായിരിക്കും ഈ ചാനലിലൂടെ കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വെറും ഡൽഹി മാത്രമല്ല, നമ്മൾ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ ഒരു വ്ളോഗ് സ്റ്റുഡൻ്റ് ജീവിക്കുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് എല്ലാതും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇനി ഇവിടുത്തെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ ചാനൽ. എല്ലാം ഒരു വ്ളോഗ് പോലെ എല്ലാതും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലത്തെ വീഡിയോസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മെട്രോയിൽ പോയിട്ട് ബാക്കി കാണാം. നേരത്തെ അവൻ ചോദിച്ചതിൻ്റെ അടുത്ത് 30 റുപ്യക്കാണ് ഇത് ചോദിച്ചത്. ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10, 15 ആ ലെവലിൽ മാത്രമാണ് റിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ പാടുള്ളൂ. 30 ഒരിക്കലും വരില്ല. അത് ചോദിച്ചാലും കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ഗുരു ടെക് ബഹാദൂർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കണം കേട്ടോ. ഡു നോട്ട് സിറ്റ് അറ്റ് ചേർന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കി നോക്ക്, ഇതാണ് ഡൽഹി. മനസ്സിലാവുണ്ടോ? ഡൽഹി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പൊല്യൂഷനും കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ പൈസ ഉണ്ടാക്കാനോ ജീവിക്കാനാണോ വരണമെങ്കിൽ ഇവിടെ തന്നെ ഏറ്റവും ധാരാളമാണ് ഇന്ത്യയിൽ കേട്ടോ. ഇന്ത്യയിൽ ഇങ്ങനത്തെ വലിയ മാർക്കറ്റും ഇങ്ങനത്തെ ഓൾഡ് ഹെറിറ്റേജ് ഉള്ള വേറൊരു സ്ഥലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ എമ്പാട് തപ്പിയാലും കാണാൻ പറ്റില്ല. എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. റീറ്റെയിൽ ആയിക്കോട്ടെ ഹോൾസെയിൽ ആയിക്കോട്ടെ. ഇതാണ് ഡൽഹി മെട്രോ വൺകട്ട് കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെട്രോയിൽ മൊത്തം ട്രാവൽ ചെയ്യുക. ഇവിടെ നിൽക്കുന്ന സമയത്ത് 50 റുപ്യക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടും. നമ്മൾ 150 റുപ്യക്ക് റീച്ചാർജ് ഇതിന് നമുക്ക് സാധാ ടിക്കറ്റ് മേടിക്കാണ്ടി ഒരു കുറച്ച് പൈസ, ഒരു 4-5 റുപ്യ നമുക്ക് കുറവിന് കിട്ടും. നമുക്ക് ഈ മെഷീന് വഴിയും റീചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു മെഷീൻ കൂടി ഉണ്ട്, പിന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാഗ് ചെക്കിങ് ചെയ്ത് നമ്മൾ കയറാൻ നിൽക്കാൻ കേട്ടോ. ഇനി നമ്മൾ മെട്രോയിൽ നമ്മൾ നേരെ വേറൊരു പണിയില്ല. ഈ സൈഡ് കാർഡുണ്ടെങ്കിൽ നേരെ ചെക്കിൻ ചെയ്യുക, കിടക്കുക, എവിടേക്ക പോകാനുള്ള വെച്ചാൽ പോവുക. അങ്ങനെയാണ് കേട്ടോ. നമുക്ക് പോകാനുള്ളത് സമയപ്പൂർ ബാദലി എന്നുള്ള റൂട്ടിലാണ് കേട്ടോ. യെല്ലോ ലൈനിലെ ഗുരു ടെക് ബഹാദൂർ സ്റ്റേഷൻ തുടങ്ങി നമുക്ക് 7ാമത്തെ സ്റ്റേഷനായി രോഹിണി സെക്ടർ 18, 19 അവിടെ നമുക്ക് ഇറങ്ങാനുള്ളത് കേട്ടോ. മെട്രോയിൽ 3 മിനിറ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതൊരു കാത്തുക്കുക. ഇനി നേരെ രോഹിണി സെക്ടർ 18, 19ലേക്ക് മെട്രോ വന്നു ഗൈസ്. മെട്രോ വന്നു. ഐഫോൺ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാതെ നമ്മൾ മെട്രോ തന്നെ ചാർജ് ഫുള്ളാക്കിയിട്ട് പോകട്ടോ. വീഡിയോ എടുക്കാനുള്ളതല്ലേ. നമ്മളവിടെ രോഹിണി സെക്ടർ 18 എത്താനായിട്ടോ. നിങ്ങൾക്ക് വരുന്നവർക്ക് യെല്ലോ ലൈനിൽ പിടിച്ച് നേരെ സമീപൂർ ബാദിൽ സൈഡിൽ കയറി വന്നാൽ മതി, അപ്പോൾ കിട്ടും കറക്റ്റ്. അങ്ങനെ നമ്മൾ രോഹിണി സെക്ടർ 18, 19 എന്നുള്ള ആ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് നേരെ ആലംഖാനെ കാണണം. മുപ്പരാൾക്കാണ് വണ്ടി പിടിക്കാനുള്ളത്. അങ്ങനെ മുപ്പരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു തിരക്കിലാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. ഇപ്പോൾ സമയം കൃത്യം 11:05 ഉച്ചയിട്ടോ. ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഏത് ഗേറ്റെന്ന് അറിയില്ല, പക്ഷെ അങ്ങോട്ട് എക്സിറ്റ് അടിച്ച് ഇറങ്ങുകയാണ്. ഇങ്ങനത്തെ വലിയ വലിയ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണ സമയത്ത് തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ വരുന്നുണ്ടോ 10 റുപ്യ 10 റുപ്യ എന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ഉണ്ടായി. അവർ എന്നെ വിളിച്ചു. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മളെന്ത് ചെയ്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് 10 റുപ്യ തന്നെ 10 റുപ്യക്ക് നമ്മൾ പോയി. അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. റിത്താല റെഡ് ലൈനിൽ കയറിയിട്ട് രോഹിണി വെസ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടേക്ക് സുഖമായിട്ട് എത്താണ്. ഇപ്പോൾ ദൂരം കൂടുതലായി. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്ത് ചെയ്യുക, റെഡ് ലൈനിൽ കയറിയിട്ട് രോഹിണി വെസ്റ്റ് ഇട്ടോ, മറക്കണ്ട. ഇനിയിപ്പോൾ അവിടെ ആലംക എവിടെ ഉണ്ട്, തൊട്ടടുത്ത് ഏതോ വളവിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡ്രൈവറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ആലംഖാനെ തപ്പി പിടിക്കാനുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആലംഖാനെ. ഈ ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞു. ആലംഖാക്ക് പ്രത്യേക വീഡിയോ ഉണ്ട്, കറക്റ്റ് പറഞ്ഞത് ആരാന്നുള്ളത്.
നമുക്ക് ബാക്കിയുള്ള പിന്നെ അവിടെ കാണാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ റിലയൻസ് ഹബ്ബും ആംബിയൻസ് മാളും ഒക്കെ. അതിന്റെ തൊട്ടടുത്താണ് ഈ ഒരു കാറിന്റെ ഹബ്ബുകൾ വരുന്നത്. ഇവിടെ ഒരുപാട് കാറിന്റെ ഹബ്ബുകൾ ഉണ്ട്, ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇതാണ് കാർ ഹബ്ബ് മേടിക്കാൻ ഫസ്റ്റ് വന്നത്. ഇതിൽ വേണം, ഇതാ നമ്പറൊക്കെ ഇതിലുണ്ട്. ഇനി ഞങ്ങൾ നോക്കിയിട്ട് ബാക്കി പറയട്ടെ. ഞങ്ങൾ ഓരോന്നോരം നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, രോഹിണി വെസ്റ്റ് ഭാഗത്തുള്ള കാർ ഹബ്ബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ തപ്പാണി നിൽക്കുകയാണ്. കേട്ടോ, മുഖമൊക്കെ ഇവിടെ കരിവാളിച്ചൊക്കെ വെയിലുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കാണ്. ഇവിടെ ആലംക്കണ്ടോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യും, പിന്നെ ഇവിടുന്ന് ഓരോന്നോട് തപ്പി പോവും. നല്ല കാറുള്ളത് നമുക്ക് അറിയിപ്പിച്ചു. അപ്പോൾ വീഡിയോ കാണുക. ഇതിൽ ഇനി എന്ത് ചെയ്യും, ഇതിൽ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഇതിപ്പോൾ ഡീലറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് കാറുള്ള സ്ഥലമാണ് ഇത്. വൺ ഓഫ് ദി ഡീലേഴ്സാണ്. ആലംകാട് റേഞ്ച് പറഞ്ഞാൽ 2.5-3 അതാണ് കേട്ടോ മാക്സിമം. ഇത് കുറയുമ്പോൾ നിങ്ങൾ വീഡിയോ തുടർച്ചയായി കാണാൻ ഒരുപാട് കാർസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ കീ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. കീ അവിടെ ശരിക്കുള്ള ഓണർ ഇല്ലാത്തതുകൊണ്ട് ഡീലർ ആയതുകൊണ്ട് കീ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇത് എത്തിയോസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരോ വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ബജറ്റ് പറയില്ല. അപ്പോൾ നിങ്ങൾ കൂട്ടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പിന്നെ നല്ലതായിട്ട് കുറച്ചാൽ കുറച്ച് തരും. അല്ലെ പറഞ്ഞു തന്നാൽ മതി. ഈ സ്കോഡയുടെ കാറിന് ഒരാൾ പറയണത് 276 എന്നാണ്. എനിക്ക് തോന്നുന്നത്, കേട്ടത് അങ്ങനെയാണ്. സ്കോഡയുടെ ഈ കാറിന് 2,75,000 പറയണത് ഈ ഒരു കാർ. ഓക്കെ, ഉള്ളൊന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. തുറക്കാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ കാണിച്ചാൽ. ഇതാണ് കാറ്. ഇത് 2011 മോഡലത്ര. ഇതില് ഈ വണ്ടിയിൽ 7-8 മൈലേജ് എന്നാണ് പറയണത്. പിന്നെ 2011 മോഡലാണ്. 2,75,000 അത് കുറയുമെന്നാണ് ആൾ പറഞ്ഞത്. ആൾക്ക് അധികം അറിയില്ല തോന്നുന്നു. പിന്നെ ഉള്ളൊക്കെ അടിപൊളിയാണ്, അടിപൊളി കണ്ടീഷൻ, വെൽ കണ്ടീഷൻഡാണ് ഉള്ളു മൊത്തം. ഞാൻ കാണിച്ചു തന്നില്ലേ, ബാക്കുണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ തുറക്കാൻ പറ്റൂല. വെൽ കണ്ടീഷനാണ് ഉള്ളൊക്കെ. അതേപോലെ ഓരോരുത്തരും കാർ ഇങ്ങനെ കാണിച്ചു തരാം. ഏതോ ബലാനല്ലേ, സീൻ ബലാനോ, നല്ല അടിപൊളി വെൽ കണ്ടീഷനാണ്. നമ്മളിത് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ അറിയുള്ളൂ ഇതിനെ പറ്റിയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ. പിന്നെ ഈ കൂടെ നടക്കണ ആ ചങ്ങായില്ല, ആ ചങ്ങായിക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. ആളിടക്കിടക്ക് ഈ ഓണറിനെ വിളിച്ച് ചോദിക്കുക എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഓണറിനെ കാത്തിക്കുക. ഇത് 2012 മോഡൽ റിനോൾട്ട് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ വണ്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിയിൽ അന്വേഷിക്കണം. ഉള്ളും സൈഡിൽ നിന്ന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇതിനെപ്പറ്റി നല്ല വിവരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മളവിടെ പോയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ടീഷൻസ് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് പറഞ്ഞുതരാം. എത്രങ്ങാനും കാറുകളാണെന്നറിയോ നിരത്തിട്ടിരിക്കണത്. ആ സൈഡിലും കുറേ കാറാണ് പിന്നെ കാണുന്നത്. ഇത് അവിടെയുണ്ട് കേട്ടോ. അവിടെയും ആ ഭാഗത്തും നിറച്ച് കാറുകളുണ്ട് ആ ഭാഗത്ത്. ഓക്കെ, കണ്ടോ. എന്നിട്ട് XUV 500 ആ കാണുന്ന മോഡലിന് എത്ര, 3 ലക്ഷത്തി 3.5 ലക്ഷം രൂപ. എത്ര അതിന് എത്ര, 16 മോഡലോ? 16 മോഡൽ, 14 മോഡൽ അത്ര. ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കാണ്. ആ ലെവലിൽ അപ്പുറത്തേക്ക് നോക്കാം. ഒരാൾക്ക് അധികം അറിയില്ല പോകുന്നുണ്ട്. ഒരാൾക്ക് എന്താ കറക്റ്റ് അതിനെ പറ്റി അറിയില്ല പോകുന്നുണ്ട്. ഇത് പിന്നെ ഇത് കുറയും കേട്ടോ, ഇതൊക്കെ കുറയും. ഇത് ഇത്ര ഒന്നും വില വരില്ല. അവര് നമ്മളിങ്ങനെ ബാർഗൈൻ ചെയ്യുന്ന ശേഷം നമുക്ക് എന്തെങ്കിലും കുറഞ്ഞ് കിട്ടും. ഡൽഹിയാണ്, അത് മനസ്സിലാക്കുക. ഇവിടെ നിന്നൊക്കെ തന്നെയാണ് എല്ലാവരും നാട്ടിലേക്ക് കാറ് കയറ്റി വേണ്ടത്. എല്ലാവരും അത് മനസ്സിലാക്കട്ടെ. നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, തുടക്കം മാത്രമായിട്ടുള്ളൂ. നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ നോക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാൻ ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ. ഓക്കെ, ബൈ. ഇത് ഈ ഒരു രോഹിണി സെക്ടർ 18, 19 അല്ലെങ്കിൽ വെസ്റ്റ് ഈ ഭാഗം മൊത്തം കാറുകളുടെയാണ്. ഈ ലക്ഷറി കാർസിൻ്റെ എവിടെ നമ്മൾ തപ്പണം. ഇതിപ്പോൾ നമ്മുടെ ഒരു ഇതല്ല, ഇതിൽ ബെൻസ് തുടക്കത്തിലാണല്ലേ, ബെൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഹ്യുണ്ടായിയുടെയും ടൊയോട്ടയുടെയും റിനോൾട്ടും മഹീന്ദ്രയൊക്കെ ഉണ്ട്. SUVകളും 4 സീറ്ററും 7 സീറ്ററും എല്ലാം ഉണ്ട്. ഓക്കെ, अगर 1 लाख का दिखाओगे वो भी ले लूँगा।
ഓന് നമ്മുടെ അടുത്ത് ഇങ്ങനെ എത്രയാണ് നിങ്ങളുടെ റേറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. എത്ര റേറ്റ് എന്നുള്ളതെന്ന് ഓനെ പറഞ്ഞാൽ അവര് അതിനുള്ള കാണിച്ചു തരുള്ളൂ. ശരിക്കും നമ്മുടെ ബജറ്റിന് അടിപൊളി കാർ കിട്ടും. यूट्यूब में और इंस्टाग्राम पे आप अच्छे से दिखाओ, ठीक है. इसका केरला वाला आदमी का कस्टमर्स बहुत अच्छा है. हिंदी അറിയില്ല കേട്ടോ. അങ്ങോട്ട് പറയാൻ എന്തായാലും പറയുന്നേ. केरला के कस्टमर बता दो उसको. लिखा क्या है वो? लिखा वाला रेट तो होता नहीं है ना. അത്രയൊന്നും വരില്ല എന്നാ പറയണത്. लिखा वाला रेट तो नहीं होता ना. നമ്മൾക്ക് ആ എഴുതിയ റേറ്റൊന്നും പറ്റില്ല. അതും പറ്റില്ല. और बताओ थोड़ा अच्छा वाला दिखा दे यार. अच्छा वाला फैबिया में है कोई? हैं फैबिया, थोड़ा फैबिया में है. हाँ खड़ी है आगे इधर है. पता है आपको? कुछ पता है? बता दो. नहीं तो कोई बंदा रेट पता है मुझे. रेट बता दो और क्या है कैसा है कंफ्यूजन से बोलो. रेट मतलब आप बताना आपको इतने तक की गाड़ी. भाई देखो हम कस्टमर है ना, हमारे को जो पसंद आएगा हम उठाएंगे. आपको बताना है रेट कितना तक दे सकते हो. ഒരാള് റേറ്റ് എത്ര നമ്മുടെ റേറ്റ് അറിയാൻ നോക്കണത്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം, നമ്മളങ്ങനെ പറയാൻ പാടുള്ളൂ. മനസ്സിലാവുണ്ടോ? വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറയരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് മനസ്സിലുണ്ടാവണം. പുറത്ത് വരുത്ത് പറഞ്ഞവർ ആ ലെവലിൽ കാണിച്ചു തരുള്ളൂ. ഇത്ര നമ്മൾ ആ റേറ്റിനുള്ളതൊന്നും ഇല്ല ഇവിടുത്തെ വണ്ടികൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ നമ്മൾ വിചാരിക്കുന്ന റേറ്റിന് നല്ലൊരു വണ്ടികൾ ഇവിടുന്ന് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ ആളത് കഴിഞ്ഞിട്ടാണ് പറയണത്. നമ്മളെന്ത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ കാണിച്ചു തരും അവർ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്ക് പുള്ളിക്ക് ഇതിലുള്ളത് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്ക് ആക്ച്വലുള്ള റേറ്റ്സിനെ പറ്റിയൊന്നും അറിയത്തില്ല. പുള്ളിയുടെ വേറൊരു ബോസാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുള്ളി അവർക്ക് അറിയാവൂ. പുള്ളി ഇതിൽ കാണിക്കുന്ന റേറ്റ് 3.5 ലക്ഷമാണ്. അത് 26,728 കിലോമീറ്റർ വരെ പോയിട്ടുണ്ട്. മോഡൽ 2014 സെപ്റ്റംബർ. കണ്ടോ? അതാണ് സെക്കൻഡാണ്, രണ്ടാമത്തെ സെക്കൻഡാണ്. സെക്കൻഡ് ഓണറാണ് ഇത്ര. ഇത് കാർ സോണാണ്. ഇവിടെ 1,95,000 രൂപ ക്വിഡ് ആണ്. RX വേരിയന്റ്, ഓണർ ഫസ്റ്റ് വേരിയന്റ്, 2018 മോഡൽ. 2018 ഇതാണ് വണ്ടി. വണ്ടി കുറച്ചൊക്കെ പണിയുണ്ട്. ചെറിയ ഫ്രണ്ടിൽ പണി തോന്നുന്നു അല്ലേ? ഇത് അവിടുത്തെ ഇതില്ല, സൈഡ് മിറർ ഇല്ല. ബമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും കുറയും. ഇതവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രൈസ് ഒന്നും അല്ല. ഇനിയും കുറയും, അത് ഉറപ്പാണ്. ഡൽഹിയാണ്, അത് മനസ്സിലാക്കുക. ഇതാണ് ഉള്ള്. ഇതിങ്ങനെ തുറക്കാൻ പറ്റോ? തുറന്നു തരില്ല. എന്താണ് ഉള്ള് വരുന്നുണ്ടോ? മോട്ടോ ബൈ അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്ര ഇവിടെയുള്ള ബോസിനെ നന്നായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമില്ല, അറിയണില്ല എന്നാണ് നമ്മുടെ അലൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ഇവിടെ ഫുള്ള് തന്നെയാണ്, ഫുള്ള് ഇതേപോലെ കാറിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മോട്ടോ ബൈ ഒന്നല്ലേ അവിടേക്കല്ലേ? മോട്ടോ ബൈ നല്ലൊരു ഫേമസ് ആയ ഒരു കാർ ഡീലറാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അതാണ് അങ്ങടെ പോണപ്പോൾ കാണാം. അപ്പോൾ സ്റ്റേ വിത്ത് മീ. ഓക്കെ, നടക്ക. നമ്മൾ റിസർച്ച് നടത്താണ് ഇവിടെ വന്നിട്ട്. റിസർച്ചിൽ നമ്മൾ സക്സസ് ആവില്ലേ? അല്ലേ? സക്സസ് ആവും. അതാണ് നമ്മൾ ഇറങ്ങി നടക്കന്നെ. നമുക്കൊന്ന് നോക്കണമല്ലോ എവിടെയാണ് നമുക്ക് നല്ല പ്രൈസ്, നല്ല ചീപ്പ് പ്രൈസും നല്ല ഡീലർ, അവരുടെ അടുത്ത് പോയി നമുക്ക് ഡീൽ ചെയ്യാം. അതന്നെ നമ്മൾ റിസർച്ച് ഞങ്ങൾ നടക്കുക. തേരെ നടന്നല്ലേ, ഇവിടുന്ന് കിട്ടാതിരിക്കൂല. അങ്ങനെ ഉണ്ടല്ലേ, എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നമ്മൾ അതിന് തപ്പിയാൽ മതി. പെട്രോൾ വണ്ടികൾ 10 വർഷം എന്താണോ 10-15 വർഷം മാത്രമേ ഓടിക്കാവൂ. ശേഷം അതിന് അവര് പുറത്തുള്ള നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് പിന്നെ അത് കൊടുക്കുന്നത്. കേട്ടില്ലേ? ഇത് അങ്ങനെയൊക്കെയാണ്. അതാണ് ആലം കോൺസിഡോ. 15 വർഷം ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ അറിവ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ കൂടണോ? 15 വർഷം ഓടിക്കാൻ പറ്റുള്ളൂ. അതിന് ഇവർ വിൽക്കുന്നു. അതാണ് ഇവിടുത്തെ. പിന്നെ ഡൽഹി ഡീസൽ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല അധികം അല്ലല്ലോ. അധികം ഡീസൽ വണ്ടി ഇവിടെ വണ്ടികൾ 10 വർഷം മാത്രമേ ഡൽഹിയിൽ ഓക്കെ അവർക്ക് ഇവിടെ ഓടിക്കാവൂ. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡൽഹി ലോക്കലിൽ, ഇവിടെ ഡൽഹി NCRൽ ഓടിക്കാൻ പാടില്ല. അതെന്താണ്? അത് ഇവിടുത്തെ ഒരു ലോ ആണ്. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് കിട്ടിയാൽ അത് ഭയങ്കര ചീപ്പായ പുതിയ വണ്ടികൾ ചില സമയത്ത് നമുക്ക് ലക്കുണ്ടെങ്കിൽ നല്ല വണ്ടികളൊക്കെ കിട്ടും. അതിനാണ് തപ്പാറങ്ങണത്. അതെ അതെ, തപ്പാറ നമുക്ക് അവിടെ പോവാനി.
ഏ വഴിയാണ് ചോദിച്ചു നോക്കാം. മോളിന്റെ അടുത്താണ്. ഇതാണ് കേട്ടോ ലൈഫ്, ഇതാണ് ആംബിയൻസ് മാള്. ഇതിനൊക്കെ എടുത്ത് കുറേ മാളുണ്ട് ഇവിടെ. റിലയൻസ് നേരത്തെ കാണിച്ചിരുന്നില്ല, റിലയൻസിന്റെ മാളൊക്കെ അതാ കുറേ മാൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ. ഇതാണ് ആംബിയൻസ് മാൾ. അത് ഈ ബാക്കിൽ കണ്ടോ കണ്ടോ, ആംബിയൻസ് മാൾ ഉണ്ടോ? ഇതാണ് ആംബിയൻസ് മാള്. ഇതിൻ്റെ അടുത്താണുള്ളത്. ഇതിപ്പോൾ തുടക്കമാണ്. ഇതിപ്പോൾ ഇൻഷാല്ലാ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് വലിയ പിടുത്തല്ല. പക്ഷെ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ലെവല് സെർച്ച് ചെയ്ത് നമ്മൾ അന്വേഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തിരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നേരത്തെ കോൺടാക്ട് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ വേണമെങ്കിൽ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ത്രൂ കോൺടാക്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കാറുകൾ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻസിൽ നമ്മൾ വേണം എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിവീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നതിന് അടിപൊളി പോളോ ബെൻസ് കൂടി അങ്ങനെ അടിപൊളി കാറിൽ കാണിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ ബൈ. The storms we chase are leading us.